പിന്നെ എന്താ ഉണ്ടാവുക? പഴയ മാതിരി ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കണു. ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നം ഉണ്ടായി. വേറെ ചില അസുരാദികൾ ഇദ്ദേഹത്തിനെ കാണാൻ വന്നു. ഇദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗം, അച്ഛനും അമ്മയും രണ്ട് സമ്പ്രദായ. അമ്മ അസുരശ്രീയ, അച്ഛൻ ബ്രാഹ്മണ, ശ്രേഷ്ഠ ബ്രാഹ്മണ, ദേവാംശമുള്ള ആളാണ്, തൊഷ്ടാവാണ്. അപ്പോൾ ഫലത്തിൽ രണ്ടു കൂട്ടരും ഇദ്ദേഹത്തിന് ബന്ധുക്കളാണ്. അസുരന്മാരും ബന്ധുക്കളാണ്, ദേവന്മാരും ബന്ധുക്കളാണ്. അപ്പോൾ അസുരാദികൾ ചില കാര്യങ്ങൾ ആലോചിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം തന്നെ ആശ്രയിക്കുന്ന ആൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മഹാത്മാവിൻ്റെ ധർമ്മം. പക്ഷേ ഇഷ്ടമില്ലാത്തൊരാൾ ഇഷ്ടമുള്ള ആളോട് ഇഷ്ടമായിട്ട് പെരുമാറണത് ഇഷ്ടമില്ലാത്തവന് ഇഷ്ടാവില്ല. അങ്ങനെയാണല്ലോ. ഏതായാലും അസുരന്മാർ വന്ന് ഇദ്ദേഹമായിട്ട് സമ്പർക്കം ചെയ്യണത് അദ്ദേഹത്തിന് അത്ര ഇങ്ങോട്ട് പിടിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അതേ മഷേ, ഭാഷ മാറിയിട്ടോ, ഗുരുനാഥനല്ല മഷേന്നാ പറഞ്ഞു. ഈ കൊള്ളരുതാത്തവരായിട്ടുള്ള കമ്പനി എനിക്കത് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. അങ്ങിപ്പോൾ 12:00 ഇവിടെ ഫുഡ് റെഡി ആവാറുണ്ട്, 1 മണിക്ക് കഴിക്കാറുള്ളൂ പറഞ്ഞു. NV വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് വെജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ വിരോധമില്ല. റെസ്റ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വേറെ ഡാൻസേഴ്സോ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളോ മെസ്സേജോ ഇവിടുന്ന് എന്ത് വേണമെങ്കിലും ഏർപ്പാട് ചെയ്യാം. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യണത് എനിക്കിഷ്ടാവില്ല. എനിക്ക് മനസ്സിലായില്ല എന്താ അതെന്നെ പറഞ്ഞത്. ഈ അസുരന്മാരായിട്ട് എന്താ അങ്ങേക്ക് കമ്പനി? നമ്മളെ കാണാൻ വന്നു, അവരോട് ഞാൻ സംസാരിച്ചു. അത് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതേ. എപ്പോഴും ഇങ്ങനെ വാൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. വീണ്ടും ഇത് ആവർത്തിച്ചു. ക്രുദ്ധനായി അദ്ദേഹം എന്ത് ചെയ്തു? ഉടവാള് ഊരിയിട്ട് ഗുരുനാഥൻ്റെ ശിരസ്സങ്ങട് കണ്ടിച്ചു. അതോടുകൂടിയിട്ട് ബ്രഹ്മഹത്യാ പാപം അദ്ദേഹത്തിനെ ബാധിച്ചു. ഈ ബ്രഹ്മഹത്യാ പാപം പോക്കാനായിക്കൊണ്ട് അദ്ദേഹം സ്വാമിമാരെയൊക്കെ വിളിച്ച് ഹവനക്രിയകളൊക്കെ ചെയ്ത് ഈ പാപത്തെ ഓരോ ഭാഗങ്ങളിലായിട്ട് വീതിച്ചു, ഷെയർ ചെയ്ത് പാപരഹിതനായി. പക്ഷേ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തുഷ്ടു എന്ന പിതാവ്, വിശ്വരൂപൻ്റെ പിതാവ്, ആഭിചാരക്രിയകൾ ചെയ്തുകൊണ്ട് ഒരു ഉഗ്രമായിട്ടുള്ളൊരു സത്വം, ഇന്ദ്രനെ ഹനിക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു സത്വം ഉണ്ടാവണം എന്ന ഭാവത്തിൽ മന്ത്രം ചെയ്യാൻ തുടങ്ങി. ഓം ഇന്ദ്രശത്രോ വിവർദ്ധസ്വ സ്വാഹ, ഇന്ദ്രശത്രോ വിവർദ്ധസ്വ സ്വാഹ. ഈ മന്ത്രം ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം, എന്തറിയോ? ഊന്നാൻ പാടില്ലാത്തവിടെ ഊന്നിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. അങ്ങനെയുണ്ട്. ഒരു വിദ്വാൻ കച്ചവടം പൊളിഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുക, വഴി ഇല്ലാതെ ഇരിക്കുകയാണ്. ഒരു ആചാര്യനെ കണ്ടു. ആചാര്യ, എന്തെങ്കിലും ഒരു സൂത്രം വിദ്യ എന്തെങ്കിലും പറഞ്ഞു തരണം, കച്ചവടമൊന്നുമില്ല, വലിയ വിഷമത്തിലാണ്. തനിക്ക് ഏത് ദേവനെ ഇഷ്ടം? എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം. ഒരു കാര്യം ചെയ്യാം, വശ്യമന്ത്ര രാജഗോപാലം തരാം കേട്ടോ, അത് ഗുണം ചെയ്യും, അട്രാക്ഷൻ ഉണ്ടാവും. കടേൻ്റെ അടുത്തേക്ക് ആളുകൾ വന്നിട്ട് തിരിച്ചു പോലല്ലേ പ്രശ്നം, അത് മാറും. മന്ത്രം ഉപയോഗിച്ച് തരാം കേട്ടോ. കാരുണ്യം തോന്നി. രാജഗോപാല മന്ത്രം ഉപദേശിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആചാര്യനും ഇദ്ദേഹം കൂടി കണ്ടപ്പോൾ പഴയ മാതിരിയില്ല, ആളൊന്ന് കുട്ടപ്പനായിട്ടുണ്ട്. പക്ഷേ കയ്യൊക്കെ അങ്ങനെ കുപ്പായത്തിന് കയ്യൊക്കെ അങ്ങനെ തീർത്ത് കയറ്റിയിട്ടുണ്ട്, 2 സൈഡും കയറ്റിയിട്ട്. മീശ ആദ്യം റാവു മീശ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം മുപ്പര് ഇങ്ങനെ മുകളിലേക്കാണ്. അങ്ങനെയാണ്. ആചാര്യൻ ഭാവമൊക്കെ മാറി. നമസ്തേ, ഇങ്ങോട്ടാ. കച്ചവടമൊക്കെ സൂപ്പറായിട്ട് പോണ്ട്, അടിപൊളിയായിട്ട് പോണ്ട്. ഇപ്പോൾ ജപിക്കാനൊക്കെ പറ്റും. ജപിക്കണം. അത് നിങ്ങൾ തന്ന മന്ത്രം ഉണ്ടല്ലോ അന്നത്തെ, അതന്നെ. കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്തനാമം ഭയങ്കര ഗോവിന്ദ പരമാനന്ദ. കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്തനാമ അഭയങ്കര എന്നാണ്. അപ്പോൾ ഇദ്ദേഹം അത് ജപിച്ചപ്പോൾ എന്തായി? കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്തനാമ ഭയങ്കര എന്ന്. അപ്പോൾ എന്തായി? ആ ഭയങ്കരത്വം തന്നിലേക്ക് വന്നു. KOLLA എന്ന് എഴുതിയ കൊല്ലെന്നും വായിക്കാം, കൊള്ളാമെന്നും വായിക്കാമല്ലോ അല്ലേ? 2 രീതിയുണ്ടല്ലേ? ഇതേമാതിരി ആ ഊന്നണ്ടാത്തവിടെ ഊന്നിയപ്പോൾ എന്തായി? ഭാവം മാറി, അർത്ഥം മാറി. ഏതായാലും യജ്ഞകുണ്ടത്തിൽ വലിയൊരു സത്വം ഉണ്ടായി എന്നാണ്. ആകാശം മുട്ട ഉയരം അട്ടഹസിച്ചുകൊണ്ട് നാവങ്ങോട്ട് നീട്ടിയപ്പോൾ നാഷണൽ ഹൈവേ 544 മാതിരി കിടക്കുക, അങ്ങനെ കട്ടാന്ന് നീണ്ട് കിടക്കുകയാണ്. പിതാശ്രീ നമുക്ക് നാമധേയം നൽകിയാലും എന്ത് കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് സേവയാണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഈ ജനിച്ച കുട്ടി നോക്കിയപ്പോൾ വലിയൊരു സാധനം നാവൊക്കെ നീട്ടി ഇങ്ങനെ കിടക്കുകയാണ്. സമുദ്രം വറ്റിക്കണോ കുട്ടിച്ചിട്ട്, പർവ്വതം പൊട്ടിക്കണോ ചോദിച്ചു. ആ ചോദ്യത്തിൽ തന്നെ ആ ഉഷാറുണ്ടേ.
കുട്ടിയെ പർവ്വത പൗഡറും വേണ്ട, സമുദ്രം വറ്റിക്കുകയും വേണ്ട, എൻ്റെ കുട്ടി ഒരു ഉപകാരം ചെയ്യണം. നിൻ്റെ മൂത്ത ഒരുത്തനുണ്ടായിരുന്നു വിശ്വരൂപൻ, ചതിയനും കപടനുമായിട്ടുള്ള ഇന്ദ്രൻ അവനെ ചതിച്ചു കൊന്നു. അവനെ ഒരു പാഠം പഠിപ്പിക്കുക. പറ്റിയാ ഇല്ലാണ്ടാക്കിയാലും സാരില്ല, കാരണം അങ്ങനത്തെ സാധനം ഉണ്ടായിട്ട് കാര്യമില്ലേ. ഏതായാലും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു, അടയാളങ്ങളൊക്കെ കൊടുത്തു. ആളെ കണ്ടുപിടിച്ചു, പിടികൂടി വധിക്കും എന്ന നില വന്നപ്പോൾ എന്ത് ചെയ്തറിയോ? എൻ്റെ അടുത്ത് അബദ്ധം പറ്റി കേട്ടോ, ഞാൻ മനസ്സിലായില്ല, ക്ഷമിക്കണം പ്ലീസ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വീണു. ഇതാണ് ഈ ധീരന്മാരുടെ കാല് പിടിച്ചു കഴിഞ്ഞാൽ അവർ കൊല്ലില്ല. അങ്ങനെയാണ്, ഭീരുക്കളെ കൊല്ലാൻ പാടില്ല. ധർമ്മശാസ്ത്രം അങ്ങനെ പറയാം. ആയുസ്സിനു വേണ്ടി യാചിക്കുന്നവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഏതായാലും പിന്മാറി. പക്ഷേ ഉള്ളിൽ നിന്ന് പകയും പേടിയും പോയിട്ടില്ല. അപ്പോഴേക്കും ഗുരുനാഥൻ ഒരു ദിവസം അങ്ങനെ വന്നപ്പോൾ ബ്രഹ്മദേവനെ ഇദ്ദേഹം മധ്യസ്ഥം വെച്ച് കുറേ സ്വാമിമാരെ വേറെ ഋഷികളെയൊക്കെ വെച്ച് ഗുരുനാഥനും ഇന്ദ്രനുമായിട്ട് ഇണങ്ങി സാഷ്ടാംഗം വീണപ്പോൾ പിന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സും വീണു. ഇടിച്ചു പൊഴിഞ്ഞ പായസം മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ്, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഏതായാലും അങ്ങനെ ഗുരുനാഥൻ ബൃഹസ്പതി ഇദ്ദേഹമായിട്ട് ബന്ധമായി. ഇപ്പോൾ വൃത്രനെ കൊണ്ടുള്ള വൃത്രൻ എന്ന അദ്ദേഹത്തിന് പേരിട്ട് വിറജിനത്തിൽ നിന്ന് രക്ഷിക്കാൻ പര്യാപ്തനായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വൃജനം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്രാപ്തനായതുകൊണ്ട് വൃത്രൻ എന്നാണ് തൊഷ്ടു പേരിട്ടത്. അപ്പോൾ വൃത്രനെ കൊണ്ടുള്ള ശല്യം സഹിക്കണില്ല, അവനെ ഇല്ലാതാക്കണം. അതിനിപ്പോൾ എന്തെങ്കിലും ഒരു ഉപാധി ഗുരുനാഥൻ ചെയ്തു തന്നേ പറ്റൂ എന്നാണ്. രണ്ടാമത് ഈ അകന്ന ആളുകൾ അടുക്കുമ്പോൾ വലിയൊരു അടുപ്പമുണ്ടാവും അല്ലേ, കുറച്ച് കാലമൊക്കെ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങടെ ചക്കരയും ഇതുമാതിരി അങ്ങോട്ടായി പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇടാൻ എടുക്കുക, കുഴപ്പമൊന്നുമില്ല, വഴിയുണ്ട്. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയുടെ ശരീരത്തിലെ ഒരു അസ്ഥി കൊണ്ട് ഒരായുധം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് അദ്ദേഹത്തിനെ വധിക്കാം, അല്ലാതെ വേറെ ഒരു മെറ്റലും ഈ വിദ്വാൻ്റെ മേലെ ഏൽക്കില്ല. അപ്പോൾ ചോദിച്ചു, ആരാപ്പോൾ അങ്ങനെ ഒരാളുണ്ട് ഇപ്പോൾ നമ്മുടെ അറിവിൽ? കുറച്ച് ദൂരെയാണ്, അല്ല കാര്യത്തിന് വേണ്ടി ഇപ്പോൾ കാണണമല്ലോ. ദധീജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ദധീജി. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അങ്ങനെ വാടി. എന്താ ദധീജി അറിയില്ലേ? അറിയാം. അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ? ഇല്ല പറഞ്ഞാൽ അസ്വാരസ്യം ഉണ്ട് എന്നാണല്ലേ ഇതിൻ്റെ അർത്ഥം. എന്താ ഇതിൻ്റെ കാരണം? അപ്പോൾ പിന്നെ ആ കഥ പറയാം. അശ്വിനി ദേവന്മാർ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, ഇന്ദ്രന് അശ്വിനി ദേവന്മാരെ ഇഷ്ടമല്ല, സൂര്യപുത്രന്മാരാണ്. പക്ഷേ പുള്ളിക്കാരൻ എന്തോ ഒരു ഇതാണ്, ഈ ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ത് ചെയ്താലും അല്ലേ. ഇപ്പം തനിക്ക് വിരോധിയായിട്ടുള്ള ഒരാൾ 3 ദിവസം ആലോചിച്ച് ചിരിക്കേണ്ട തമാശ പറഞ്ഞാൽ ചിരിക്കും തോന്നുന്നുണ്ടോ? അതാണുള്ള അവസ്ഥ. ഏതായാലും ദധീജി മഹർഷിയെ കാണാനായിട്ട് അശ്വിനി ദേവന്മാർ വന്നു. അവർക്കൊരു മന്ത്രം വേണം, അശ്വശിരോ മന്ത്രം, വിശിഷ്ടമായിട്ടുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ പോയ ദിവസം അഷ്ടമിയാണ് കേട്ടോ. 4 തിഥികളിൽ വിദ്യ കൈമാറും ചെയ്യില്ല, അങ്ങനെയാണ്. അഷ്ടമീച്ച ഗുരുഹന്തി ശിഷ്യഹന്തി ചതുർദശി വിദ്യ പഞ്ചദശി ഹന്തി പ്രത്യുപത്തി എന്ന ചിന്തയേത് എന്നാണ്. അപ്പോൾ മക്കളെ ഇന്നിപ്പോൾ അഷ്ടമിയാണ്, കഷ്ടത്തിലാവും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ദശമിക്ക് വിജയാതിഥി എന്നാണ് പറയാം, ദശമിക്ക് വന്നോളൂ കേട്ടോ, ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ തിരിച്ചയച്ചു. ഇവർ അശ്വിനി ദേവന്മാർ ഇദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ പോകുന്ന ഇന്ദ്രൻ കണ്ടു. ഇവർ പോയതിന് ശേഷം ഇന്ദ്രൻ അവിടെ കയറി. എന്താ സ്വാമി, ആ വൈദ്യരചക്കന്മാരിവിടെ കമ്പനി? ഇങ്ങനെയാണ്. ആ കുട്ടികൾ പാവം ഒരു മന്ത്രം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അഷ്ടമിയല്ലേ, അപ്പം ഞാൻ ദശമിക്ക് കൊടുക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞു. എന്നാൽ കൊടുത്താലേ കഴുത്തിൽ തലയുണ്ടാവില്ല കേട്ടോ, മൂപ്പരുടെ വക. വൈദ്യരേഖന്മാർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ എഴുത്തിൽ തലയുണ്ടാവില്ല. പേടിയൊന്നുമില്ല അദ്ദേഹത്തിന്. പക്ഷെ ഇങ്ങനൊരു അശ്വിനി ദേവന്മാർ വന്നപ്പോൾ ഗുരുനാഥൻ മുഖം വാടിയിരിക്കുക. ഗുരുനാഥൻ എന്ത് പറ്റി? മക്കളെ ഒന്നുമില്ലടോ, നിങ്ങൾ പോയതിന് ശേഷം പുരന്ദ്രൻ വന്നിരുന്നു, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അത് സാരില്ല, ഗുരുനാഥൻ വിഷമിക്കൊന്നും വേണ്ട, അത് നമുക്ക് വഴിയുണ്ടാക്കാം. ദേവവൈദ്യന്മാരാണല്ലോ, അവർ ലേശം മയക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ മയക്കി കിടത്തിയിട്ട് ശിരസിനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു അശ്വശിരസ് വെച്ചു. മുഹൂർത്തത്തിൽ ഇദ്ദേഹം അവർക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്തു. ഇന്ദ്രൻ വേഗം ഓടി വന്ന് വാളായിട്ട് നിന്ന് ചുന്നൊരു വീശൽ വീശിട്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ തലയെടുത്തിട്ട് പോയി, തല തെറിച്ചു. ഇന്ദ്രൻ തല വെട്ടിയിട്ടിട്ട് പോയ സമയത്ത് മറ്റൊരു എണ്ണക്കടാരത്തിൽ മാറ്റി വെച്ചിരുന്ന ശിരസിനെ എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് വീണ്ടും ഘടിപ്പിച്ചു. ജീവാഭവ എന്ന് പറഞ്ഞു, ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ്, അങ്ങനെ ചെറിയൊരു
അസ്വാരസ്യം ചെറുതേ. ആ അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ മഹാത്മാക്കൾ സജ്ജനങ്ങൾ പക സൂക്ഷിക്കില്ല. എന്തെങ്കിലും ചില രീതികൾ അവർക്ക് പറ്റാതെ വന്നാൽ അവരത് തുറന്നു പറയും. പക്ഷെ ഉള്ളിലെപ്പോഴും വിദ്വേഷവും പകയും സൂക്ഷിക്കില്ല. തൻ്റെ വിവരക്കേട് കൊണ്ട് തന്നെമാതിരി ആയിരിക്കും അവരെന്ന് ധരിച്ചതാ. അത് തൻ്റെ ബുദ്ധിശൂന്യതയാണ്. ചെന്ന് കാണും, അവനവൻ്റെ കാര്യമില്ലേ, കിട്ടോ ഒന്നും ഉണ്ടാവില്ല, അനുഗ്രഹിക്കും, അദ്ദേഹം ഏർപ്പാട് ചെയ്തു തരും, കിട്ടുമോ? ഏതായാലും പോയി പിന്നെയും വാങ്ങി അണ്ടിപ്പരിപ്പ്, ചിക്കു, മാതള നാരങ്ങ, നല്ല സാധനമാണത് മാതള നാരങ്ങ, അങ്ങനെയൊക്കെ പാടെ കൂടിയിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള തേന്, അതൊക്കെ നല്ലതാണ്. അങ്ങനെ ഇതെല്ലാം കൊണ്ട് പോയി സാഷ്ടാംഗം വീണു, നമസ്കരിച്ച് ഇദ്ദേഹത്തിന് പിടിച്ചെണീപ്പിക്കുക. ഇന്ദ്രൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരികയാണ്. എന്താ മോനെ പറ്റിയത്? എന്താ കൂട്ടാ ഇതിനെ കരയണ്ട സ്വാമി, എന്താ ചെയ്യേണ്ട മോനെ? ഇതങ്ങോട്ട് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും അറമുറയെന്ന് കരഞ്ഞു. കാരണം ഇത്രയും കൃപാലുവായിട്ടുള്ള മഹാനെയാണല്ലോ താൻ കഴുത്തുവെട്ടി തകരാറാക്കിയത്. ഭഗവാന് എന്തൊരു പാപിയാണ് ഞാൻ. അദ്ദേഹത്തിന് തന്നെ സ്വയം തന്നെപ്പറ്റി ലജ്ജ തോന്നി എന്ന് പറയണം. സാഷ്ടാംഗം വീണു. അദ്ദേഹം പിടിച്ചെണീപ്പിച്ചു. ഞാൻ അങ്ങയോട് അപരാധം ചെയ്തു, എനിക്ക് ഓർമ്മയില്ല. അല്ല ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാരില്ല, അത് നേരത്തെ എപ്പോഴെങ്കിലും ആയിരിക്കില്ലേ. ഞാൻ ഇപ്പം എന്താ മോനെ ചെയ്തു തരേണ്ടത്? അങ്ങയുടെ മനസ്സ് കാണുമ്പോൾ എനിക്കൊരാവശ്യം ഉണ്ടേനും, പക്ഷേ എങ്ങനെ പറയാമെന്ന് ആലോചിക്കുമ്പോൾ വിഷമമാണ്. അല്ല വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, പറയണ്ടേ. അങ്ങേ പോലുള്ളൊരു മഹാനോട് ചോദിച്ചാൽ വിഷമാവുമോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമല്ലായില്ല. വിവരം പറയൂ. ഇങ്ങനെ വിഷമത്തെ പറ്റി കരഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങയുടെ നട്ടല് വേണം. ചെറിയ സാധനമൊന്നുമല്ല കേട്ടോ, ബാക്ക് ബോണ മെയിൻ ബോണാ ചോദിക്കണത്. അദ്ദേഹം ചിരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ കുഴിച്ചിടുകയാണെങ്കിൽ കൃമികീടങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറും. കത്തിക്കുകയാണെങ്കിലോ ഒരു പിടി ചാരമായിട്ട് പോകാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു ശരീരത്തിൽ ഭഗവാന്റെ സൃഷ്ടി, അതിൻ്റെ ഒരു അത്ഭുതം അതാണ്. ഇതുകൊണ്ട് ഒരാൾക്ക് പ്രയോജനം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇതിൽ പരം എന്താ കുട്ടി, എന്താ വേണ്ടത്? വിഷമിക്കണ്ട കേട്ടോ, വഴിയുണ്ടാക്കാം. നേരെ പൂജാമുറിയിൽ ചെന്ന് വിളക്കുകളൊക്കെ മണിമണിയായിട്ട് തിരിയിട്ട് കൊളുത്തി, ഹരേ ഭഗവാനെ അവിടുത്തെ ഒരു കാരുണ്യം ആലോചിക്കുക. ഈ ജഡശരീരത്തിലത്തെ ഒരു പാർട്ട് ആ കുട്ടിക്ക് വേണം, അത് പ്രയോജനമാകും. ഇത്രേ സന്തോഷം. എന്താണെങ്കിലും ഇത്ര കാലം നിന്നെ ഉപവാസിക്കാൻ സാധിച്ചുള്ളൂ. ഹരേന്നും പറഞ്ഞ് അങ്ങോട്ട് ജപിച്ചു. അതോടുകൂടിയിട്ട് അദ്ദേഹം ആ ജീവാത്മാവിനെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചു. വെട്ടിയിട്ട വാഴ പോലെ ശരീരം വീണു. അപ്പോൾ ഈ കമ്രക്കെട്ടും എള്ളുണ്ടിയും അണ്ടിപ്പരിപ്പൊക്കെ പുറത്ത് കാണിച്ചിട്ടുള്ളൂ. ഇടുപ്പിലിങ്ങനെ സൈഡിൽ ഒളിച്ച് തുരുകിയിട്ടുണ്ട് നല്ലൊരു കഠാര. അത് പുറത്ത് ഊരിയിട്ട് വയറ് കീറി പുറത്തും ഒരു വര വരഞ്ഞു. ആ എല്ലിൻ്റെ കൂടിങ്ങനെ ആ നട്ടല് വാരിയോട് ഒട്ടിയിട്ടാണല്ലോ ഒരു 6 ലൈൻ ഇങ്ങനെ കുടഞ്ഞിങ്ങോട്ട് എടുത്തു. അങ്ങനെ ആദ്യമായിട്ട് എല്ലൂരിന പണി ചെയ്തത് ഇന്ദ്രനാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എല്ലു ഊരിയിട്ട് വിശ്വകർമാവിൻ്റെ കൈ കൊടുത്തു. അദ്ദേഹം അതിനെ രാഗിമിനിക്ക് നല്ല കടുപ്പമുള്ള ഒരു ആയുധമാക്കി മാറ്റി. ആ ആയുധമാണ് വജ്രായുധം. ആ വജ്രായുധത്തിൻ്റെ സാന്നിധ്യത്താൽ, അതിൻ്റെ മഹത്വത്താൽ ഭഗവാനും കൂടി ചില കാര്യങ്ങളിൽ കണ്ണടച്ച് കൂട്ടുനിന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വൃത്രനെ വധിച്ചു. വധിക്കുന്നതിനുമുള്ള ഭാഗം തമ്മിലുള്ള ചർച്ച കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്നു പറയണേ. മുഖാമുഖം നിന്ന് പോരടിക്കുമ്പോൾ ഒരു ഭാഗത്തെ കയ്യങ്ങട് ചോട്ടിലേക്ക് ഇട്ടു വൃത്രൻ ചിരിച്ചു പറയുക, പുരന്തര ഇതൊരു ചതുരംഗ കളിയാ ഈ യുദ്ധം എന്നത്. പാസാവാനായിട്ട്, പരാജയപ്പെടാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. ചെറിയൊരു ശ്രദ്ധ മതി, കുറഞ്ഞാൽ മതി പരാജയപ്പെടാൻ. ഞാൻ പരാജയപ്പെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങും നന്നായിട്ട് പ്രവർത്തിച്ചുകൊള്ളുണ്ടോ? ഒരു ശത്രു പറയുന്ന വാക്കാണേ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോബലം മുഴുവൻ പോയി. ഇങ്ങനെയൊരു മഹാനെയാണല്ലോ തനിക്ക് ആക്രമിക്കേണ്ടി വരുന്നത്, എനിക്ക് വേറെ വഴിയില്ല കേട്ടോ, എൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമെന്ന് പറയലും കൊന്നു. അങ്ങനെ വൃത്രവധം കഴിച്ചു. അതോടുകൂടി എന്തായി? വീണ്ടും ശക്തമായ ബ്രഹ്മഹത്യാ പാപം ഇദ്ദേഹത്തിനെ ബാധിച്ചു. സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ വഴിവെക്കലൊക്കെ കുളത്തും വെള്ളയിലും കിണറ്റിലൊക്കെ ഈ വെള്ളം മുക്കാൻ വരുന്ന പെണ്ണുങ്ങളൊക്കെ ഇയാളിനെ കണ്ട പോണ് കണ്ടു ഇഷ്ടലാണേ. അവര് കേക്കണ്ട
കേക്കട്ടെ. അങ്ങനെ അതാണ് കാരണം. കർമ്മം ദുഷ്കരമാകുമ്പോൾ ഫലം പെട്ടെന്നു താൻ വരും. അതിനാൽ നന്മയിച്ചിപ്പോൾ നന്നായി ചിന്തിച്ചു ചെയ്യണം എന്നാണ്. നല്ല കർമ്മം ചെയ്യുന്ന ആൾക്ക് സമാജത്തിൽ ബഹുമാനവും ആദരവും ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? കുൽസിത കർമ്മങ്ങൾ ചെയ്യുന്ന ആളെ ആരും വില വയ്ക്കില്ല എന്ന് പറയണം. വായനശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കേശവട്ടെന്നാൽ നാളെ കാണാട്ടോ ഇരിക്കുന്ന ആളൊക്കെ ഈ ചങ്ങായിനെ കണ്ട് എണീച്ച് പോയി എന്തിനു പറ്റും? എവിടെയും വലിയില്ലാണ്ടായി. വീട്ടിൽ വന്നു താടിയിൽ കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. സപ്താഹം കേൾക്കാനിരിക്കുമ്പോഴേ പാവം കുറേ ആളുകൾ ക്ഷണിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. ഭഗവാൻ എത്ര നേരം ഇയാൾ കഥ പറയുന്ന അറിയില്ല, അപ്പോൾ വീട്ടിൽ പോയിട്ട് കുറേ പണിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആവലാതിയോടുകൂടി ഇരിക്കുന്ന സ്ത്രീജനങ്ങളുണ്ടല്ലോ. ഇതേമാതിരി ഇന്ദ്രൻ ഇങ്ങനെ താടിയിൽ കൈ കൊടുത്ത് ഇരിക്കുക. അപ്പോൾ ശചീദേവി വന്നിട്ട് പറഞ്ഞു, ഇന്ദ്രേട്ടാ, ആ വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്, എടുക്കട്ടെ? വേണ്ട. ഇന്നലത്തെ ഇടിച്ചുപിഴിഞ്ഞ പായസം കുറച്ചിരിക്കുന്നുണ്ട്, എടുക്കട്ടെ? വേണ്ട. പുളിശ്ശേരി കൂട്ടിയിട്ട് ഇത്തിരി ഉണ്ണണോ? വേണ്ടാന്നല്ലേ പറഞ്ഞ? പിന്നെയും പരുങ്ങ. എന്തേ? അല്ല, രമ്പേടത്തി വന്നിട്ടുണ്ട്, ഇന്ന് കളിയുണ്ടോ ചോദിച്ചു എന്നാ. ഇത്തിരി സ്വൈരം തരുമോ എന്ന് പറഞ്ഞു. ഉപദ്രവിക്കേണ്ട, ഞാൻ ഇത്തിരി ഒറ്റക്കിരി. അങ്ങനെയാണല്ലോ അല്ലേ? വലിയ സംഘർഷം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തലയിൽ കയറില്ല. എന്താ വേണ്ടത്? സ്വസ്ഥമായിട്ട് ആരുടെയും ശല്യമില്ലാതെ ഒരു ഭാഗത്തിരുന്നാൽ സമാധാനമായി. ഉത്തരം കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ഈ സമാധാനം ഇരിക്കുന്നത് മറ്റു വല്ല വ്യക്തികളിലുമാണോ അതോ സ്വയം തന്നിലാണോ? ഏകാന്തതയാണ് ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഏകാന്തതയിലിരുന്നു. എന്താണെങ്കിലും ഒരു ചേഞ്ച് എന്ന നിലയിൽ ഇവിടെ നിന്ന് നാട് വിട്ടു പോയി കളയാം. കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തിനേയും മറപ്പിക്കും, എന്തിനേയും മാറ്റിമറിക്കും. കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം അങ്ങനെ നാട് വിട്ടു. മാനസ സരോവരത്തിൽ പോയിട്ട് രൂപമാറ്റം ചെയ്ത് ഒരു വണ്ടിൻ്റെ രൂപം സ്വീകരിച്ച് അവിടെ ഒളിച്ച് താമസിച്ചു. ഇനിയിപ്പോൾ കസേരയിൽ ആളില്ലെങ്കിൽ വേറെ ആളെ കൊണ്ടുവരണം. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അവിടേക്ക് ആരെയും കിട്ടാനും പ്രയാസമാണ്. കാരണം എന്താ? ശതക്രതൂന്നാ ഇരിക്കുന്ന വ്യക്തിയുടെ പേര്. 100 യാഗം ചെയ്താലേ എവിടെ എത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇന്ദ്രാസനത്തിൽ ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ. സ്വാമിമാരും ദേവന്മാരൊക്കെ പരിഭ്രമിച്ചു. ആരെയും ഇപ്പോൾ കിട്ടുക? ആരെങ്കിലും കിട്ടും. നോക്കുക, ദേവലോകത്ത് ആരുമില്ല. എന്നാൽ പിന്നെ ഭൂമി പോയി നോക്കൂ. നോക്കിയപ്പോൾ നഹുഷൻ എന്നൊരു വിദ്വാനുണ്ട് എന്ന് മനസ്സിലായി. നഹുഷൻ യാദിയുടെ വംശത്തിൽ പെട്ടുള്ള ആൾ. അദ്ദേഹം ഒരു 96 മറ്റേ യാഗങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. മതി, ധാരാളം മതി, കൊണ്ടുവരൂ. അദ്ദേഹത്തിനെ വിളിച്ചു കൊടുന്നു. അതിദിവ്യമായിട്ടുള്ള വിമാനം അങ്ങോട്ട് കണ്ടപ്പോൾ മുറ്റത്ത് നോക്കിയപ്പോൾ നല്ല സ്വർണ്ണമയമായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ള യാനം. അതിസുന്ദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരിങ്ങനെ ഇറങ്ങി. അഭിവാദ്യം, അഭിവാദ്യം. നമസ്തേ, നമസ്തേ. എവിടുന്നാ? ഞങ്ങൾ സ്വർഗത്തുനിന്നാ. ഓ, വളരെ സന്തോഷമായി. എന്താ വിശേഷം? അങ്ങേ ക്ഷണിക്കാനായിട്ടേ അവിടെ ഇപ്പോൾ ഇന്ദ്രാസനത്തിലെ ആളില്ല. ഋഷികളും മറ്റ് ദേവന്മാരും ബൃഹസ്പതിയൊക്കെ പ്രത്യേകമായിട്ട് ശുപാർശ ചെയ്തിട്ട് അങ്ങേ കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കാലത്തിന് ഇന്ദ്രൻ ഉണ്ടാവില്ല. എപ്പോഴാണ് വരികയെന്ന് വെച്ചില്ല. എന്താണെങ്കിലും 1 മാസത്തിലധികം എന്തായാലും വേണ്ടിവരും. അപ്പോൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ബുദ്ധിമുട്ടാകാൻ ആളെ കാണാനില്ല. മൂപ്പര് വണ്ടി കയറി ഇരുന്നിരിക്കണേ. ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, യാത്രയും പറയണ്ട, കയറിയിരുന്നു. സ്വർഗം എന്ന് കേട്ടപ്പോൾ, സ്വർണ്ണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ കയറിയിരുന്നു. ഏതായാലും അവിടെ പോയി. അവിടെ പോകുമ്പോഴേക്കും വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് 4 കൊമ്പൻ ആന, മറ്റേയാളുടെ ഐരാവതം വെളുത്താനയാണ്, 4 കൊമ്പ. ഉച്ചൈസ്രവസ് എന്നുള്ള കുതിര, മൂപ്പരനെയൊക്കെ വിരിച്ചൊരുക്കിയിട്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള താളമേളങ്ങൾ, നാദസ്വരം, ആ ചന്ദനം, ആ നീരിങ്ങനെ കടഞ്ഞതായിട്ട് ആ കുടയുന്നതിലേക്ക് അങ്ങനെ ആക്കിയിട്ട് വരുന്ന വഴിക്കൊക്കെ ആളുകൾ കുടഞ്ഞുകൊണ്ടിരിക്കുക. കന്യകമാർ ആലവട്ടം പീലി കൊണ്ട് ഇങ്ങനെ വട്ടത്തിലുണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. കൈത്താൻ ഫാനാണ്, മറ്റേ ഫാനില്ല, കൈ ഫാൻ. അങ്ങനെ അദ്ദേഹത്തിനെ വീശിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ നൃത്തനൃത്യങ്ങൾ. അദ്ദേഹത്തിനെ ആനയിച്ച് അവിടെ കൊണ്ടുപോയി വീതിയുള്ളൊരു സിംഹാസനത്തിൽ ഇരുത്തി. ആ വാഴ്ച രാജാധികാരം കൊടുക്കുക, അഭിഷേകം ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞു കേട്ടോ, രംഭേൻ്റെ ആ റോസ് പൗഡർ ഇട്ടത് ഇത്തിരി അധികമായി കേട്ടോ, അത്ര നന്നായില്ല. അല്ല നോക്കൂ, ആ ശജിയെ കണ്ടു, ഒരു അലങ്കാരവും പതിവില്ല. പക്ഷെ എന്തിനാ പൊന്നംകുടത്തിന് പൊട്ട്? ഇദ്ദേഹം കേട്ടു. ആരവിടെ? ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആരാ ഈ ശജി? ഇന്ദ്രൻ്റെ മിസ്സിസാണ്. എന്താ നമ്മുടെ ഈ ഇരുത്തിയ കസേരയ്ക്ക് എത്ര വീതി? അത് 2 ആൾ ഇരിക്കാനുള്ളതാണ്. ആരാ 2 ആൾ? ഇന്ദ്രനും ഇന്ദ്രാണി. അത് ഞാനിപ്പോൾ ആരാ? അങ്ങ് ഇന്ദ്രൻ. എന്നാൽ പിന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ചാർജ് എടുത്തിട്ടില്ല, അർജൻറ്റായി എന്ന് പറയാണ് ഇന്ദ്രാണി ഒപ്പരുത്താനേ. ഭഗവാനെ,
അവരിപ്പോൾ വരും തോന്നില്ലേ, ഈ സമയത്ത് അങ്ങനെ ഇറങ്ങൽ പതിവില്ല. കുഴപ്പമില്ല, എന്നാൽ പിന്നെ നിങ്ങളുടെ ചടങ്ങ് കഴിഞ്ഞു വെച്ചാൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാം, വഴി പറഞ്ഞാൽ അന്തപുരത്തിലേക്കുള്ള വഴി പറഞ്ഞാൽ മതി എന്നാ. അവിടെ ചെന്നു, ഈ വിദ്വാൻ അവിടെ പോയി എമ്മയെ കണ്ടു. സ്വരേരാകൃതി, സ്വരത്തിൽ നിന്നും ആകൃതിയിൽ നിന്നും ദൃഷ്ടിയിൽ നിന്നും ആളുടെ സംസ്കാരം മനസ്സിലാവുമല്ലോ. ആ വിദ്വാൻ്റെ ആ ദൃഷ്ടി അത്ര സുഖമില്ല എന്ന് വന്ന ഉടനെ തന്നെ അമ്മ മനസ്സിലാക്കി. ഗുരുനാഥനെ വിളിച്ച് സങ്കടം പറഞ്ഞു. ബൃഹസ്പതി പറഞ്ഞു, മോളെ, കുലശീലങ്ങൾ, പാതിവൃത്യം, ഇവ രണ്ടും സ്ത്രീകൾക്ക് രക്ഷയാണ്. കുലശീലങ്ങളും പാതിവൃത്യവും ആണ്. പാക്കനാരുടെ വീട്ടിലൊരു ബന്ധു വന്നു. അപ്പോൾ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക, കിണറ്റിൽ വെള്ളം കോരുകയാണ്. നേരെ വന്നു. കടുങ്കാപ്പിയിൽ ലേശം നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കി കൊടുത്തു അതിഥിക്ക്. അതിഥിസൽക്കാരം ചെയ്യണം. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു, എന്നാൽ ഞാൻ പോട്ടെ. നേരെ ചെന്നു. കിണറ്റിൽ വെള്ളം മുക്കുമ്പോഴാണ് ഇയാൾ വിളിച്ചതും ഈ അമ്മ പോയതേ. അപ്പോൾ തൊട്ടിയുടെ അവസ്ഥ എന്താ അറിയോ? പാതി എത്തിയിട്ടുള്ളൂ കോരുമ്പോഴേ, ആ പാതിയിൽ നിൽക്കുക തൊട്ടി, ബാക്കിയാണ് കോരി മുഴുമിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ പാതിവൃത്യ ശക്തി അറിയാൻ രഹസ്യമായിട്ട് ചെയ്താൽ മതി. തൊട്ടിയിൽ വെള്ളം മുക്കി നോക്കിക്കോളൂ ഇടയ്ക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ശക്തിയാണെന്നാണ് പറഞ്ഞത്. ആ പാതിവൃത്യമുണ്ടെങ്കിൽ എന്തിനേയും മാറ്റിമറിക്കുവാൻ കരുത്തുണ്ടാവും സ്ത്രീകൾക്ക്. പ്രകൃതി അംശങ്ങൾ നിന്ന് അരികൾ നിന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ചെറിയൊരു ഭാവം ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ആത്മീയതയിലേക്ക് തിരിഞ്ഞാൽ സാധാരണ പുരുഷന്മാർക്കുള്ളതിനേക്കാൾ കൂടുതൽ കരുത്താണ് ഉണ്ടാവുക എന്നാണ്. നീ വിഷമിക്കേണ്ട മോളെ, ഭഗവാൻ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കി തരും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു എന്ന് പറയണം. ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു. രാത്രി അവൾക്ക് അമ്മ ദേവി ജഗന്മാതാവ് ദർശനം കൊടുത്തു. ഒരു ദൂതിയെ കൂട്ടി വിട്ടിട്ട് ഒളിച്ചിരിക്കുന്ന ഇന്ദ്രനെ കാണുവാൻ സാധിച്ചു എന്നാണ്. ഒളിച്ചിരിക്കുന്ന ഇന്ദ്രനെ മാനസരോവരത്തിൽ വെച്ച് കണ്ടു. അവിടുന്ന് കാര്യങ്ങളൊക്കെ മുഴുവൻ പറഞ്ഞില്ല, ചെറിയ സൂചന. ഞാനിപ്പോൾ അവിടെ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ആരാപ്പോൾ അവിടെ കസേരയിൽ ഭൂമിയിൽ നിന്ന് ഒരു ആളെ കൊടുത്തു, നഹുഷന്നോ എന്തോ ഒരു ചങ്ങാതി. എങ്ങനെയുണ്ട് ഭരണമൊക്കെ അറിയില്ല, ദൃഷ്ടി അത്ര സുഖം പോരാന്ന് പറഞ്ഞു. മനസ്സിലായി മൂപ്പർക്ക്. സാരില്ല, എന്നെ വഴിയുണ്ടാക്കി തരാം, അങ്ങോട്ട് വരിക, കാണുക, സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല എന്നൊന്നുമില്ല, മിക്കവാറും ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്, എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അതെ അല്ലേ, വഴിയുണ്ടാക്കാം. ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. ഋഷിയാനത്തിൽ കൂട്ടിയിട്ട് വന്നോളൂ എന്നൊരു സൂത്ര പറഞ്ഞു. ഋഷിയാനം പറഞ്ഞാൽ സ്വാമിമാരെ കൊണ്ട് പല്ലക്കെടുപ്പിച്ച് സഭയിലേക്ക് കൊടുന്നോളൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഈ പൊങ്ങച്ചക്കാരൻ വീണ്ടും വന്നപ്പോൾ പറഞ്ഞു, അതേ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഓരോ തവണ കാണുമ്പോൾ ഓരോ സൂത്രം പറഞ്ഞ് എസ്കേപ്പ് ആവലാണ്. ഒരു 12 ദിവസം അവധിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ്, അപ്പോൾ നാളെയാണ് ഇപ്പോൾ 12ാം ദിവസം. വിരോധമില്ല. അതേ, അപ്പോൾ ഒരു വാഹനമായിട്ട് വന്നോളൂ കേട്ടോ. ആയിക്കോട്ടെ, അതിനെന്താ, ആരെവിടെ? ഞങ്ങൾ ഇവിടെയുണ്ട്. അപ്പം ആനേനെ രാവിലെ എത്ര മണിക്കാ? 9? അല്ല, എന്തേ ആന? അത് വേണ്ട. അതെന്താ? ഇവിടുത്തെ പഴയ ആൾ ഉപയോഗിച്ചാണല്ലോ ആന, അത് വേണ്ടേ? ഒരാൾ ഉപയോഗിച്ചൊരു വാഹനം ആവരുത് എന്നാപ്പോൾ. കാരണം അങ്ങേമാതിരി ഒരു കേമൻ വരുമ്പോൾ ഒരു പ്രത്യേകത വേണമല്ലോ. എന്നാൽ കുതിരയായാലോ? വേണ്ട. അതെന്താ? ശാസ്താവ്, വാജിവാഹനൻ, അയ്യപ്പൻ, അങ്ങനെ ഓരോ വാഹനങ്ങൾ ഓരോരുത്തർക്കും ആയിട്ടുണ്ട്. അപ്പോൾ ആരും ഉപയോഗിക്കാത്തൊരു വാഹനം ഇപ്പം എന്താ? അവിടേക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനൊരു യുക്തി പറയാം. എന്താ അത്? ഋഷിയാനം. മനസ്സിലായില്ല? സ്വാമിമാരെ കൊണ്ട്, മഹർഷിമാരെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു പല്ലക്കിൽ ആണ് കയറി പോവുക. ഇതുവരെ ആരും ചെയ്തില്ല, സന്തോഷമായി. ആരോടെ? ഞങ്ങളിവിടെ ഉണ്ട്. പല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ നാളെ കാലത്തേക്ക് ഒരു 4 സ്വാമിമാരെ ഒരു 4 സ്വാമിമാർ 4 പറഞ്ഞുകൂടാ, ഒരു 3.5 സ്വാമിമാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒന്ന് അഗസ്ത്യനാവും, ഒരിത്തിരി ഉയരം കുറവാണ്. അങ്ങനെ ഏതായാലും 4 പേരെ പറഞ്ഞ് വ്യവസ്ഥ ചെയ്തു. ഹോ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവേണം. അഗസ്ത്യൻ ബോധപൂർവം ഒന്ന് വലിക്കും, ഉയരവും കുറവാണല്ലോ. ബാലൻസ് തെറ്റി ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. നോക്കിയപ്പോൾ ഒരു കുള്ളനാണ് ഇദ്ദേഹം. ഇങ്ങനെ ബോധപൂർവ്വം പിന്നെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചൂടെ, ബാലൻസ് ആവുമല്ലോ. അതെന്താ ചെയ്യാത്ത? ദേഷ്യം വന്നു. ഇതിങ്ങനെ എഴഞ്ഞു പോയി കഴിഞ്ഞാൽ എപ്പോഴും അവിടെ സർപ്പ എന്ന് പറഞ്ഞാൽ വേഗം എന്നും കൂടി അർത്ഥമുണ്ട്. ഇത് പറയലും സ്വാമി ഒന്ന് കൊടുക്കലും കഴിഞ്ഞു. കൊരടാവ് കൊണ്ട് അദ്ദേഹം ക്രുദ്ധനായിട്ടൊന്ന് മുകളിലേക്ക് നോക്കി. വിഷയാന്തനായിട്ട് ആരോട് എന്തു പറയാന്നറിയില്ല മ്ലേച്ഛന്. എന്നിട്ട് സർപ്പാന്ന് പറഞ്ഞിട്ട് നിന്റെ ഒരു താഠനം സർപ്പായി തീരട്ടെ മൂഢ നീ ശാപം കൂടെ കൊടുത്തു. കയറിയതിനേക്കാൾ സ്പീഡിൽ
സർപ്പായിട്ട് അദ്ദേഹം ചോട്ടിലേക്ക് വീഴുകയും ചെയ്തു. ഈ തത്വമാണ് രായിരനെല്ലൂർ മലയിൽ നാരായണത്ത് ആചാര്യൻ കാണിച്ചിരുന്നത്. മനസ്സിലായില്ലേ? ആളുകൾ എന്താ അദ്ദേഹത്തിനെ പറഞ്ഞത്? നാരായണത്ത് ഭ്രാന്തെന്നാ. സത്യത്തിൽ ഭ്രാന്താർക്ക് അദ്ദേഹത്തിനാണോ? രാവിലെ 6 മണിക്ക് ഉരുട്ടിക്കയറ്റും വലിയ കല്ല് മലയുടെ മുകളിലേക്ക്, വൈകുന്നേരം 6 മണിയാവും അതവിടെ എത്തുമ്പോൾ. എന്നിട്ട് എന്താ ചെയ്യുക? ഒരു തള്ളല. ഈ സാധനം 3 മിനിറ്റ് കൊണ്ട് ചോട്ടിലെത്തി. 12 മണിക്കൂർ പണിപ്പെട്ടിട്ട് മുകളിൽ എത്തിച്ച സാധനം ചോട്ടിലെത്താൻ മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഒരു ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുവാൻ എത്രയോ വലിയ ത്യാഗം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ചെറിയൊരു അശ്രദ്ധ മതി. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ലേശം ആക്സിഡൻ്റായിട്ട് കിടക്കുകയാണ്, വിഷമുണ്ട്, കണ്ടു വന്നു. എന്നും ഹെൽമെറ്റ് വയ്ക്കുന്ന ആളാണ്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഹെൽമെറ്റാണ്. എവിടെ ഒരു സമ്മേളനം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പൂട്ടിയിട്ടുണ്ട്. പണിക്കാരനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കാരുണ്യം കൊണ്ട് എന്ത് ചെയ്തു? സാരില്ല, പോവാം. അന്നത്തെ ദിവസം തന്നെ കൊട്ടിപ്പടഞ്ഞ് വീഴാണ്ടോ? വല്ല കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 100 സ്റ്റെപ്പും നടക്കണം നമ്മളൊരു പോയിന്റിലേക്ക് എത്താൻ. 90-80 സ്റ്റെപ്പും നമ്മൾ ആലോചിച്ചിട്ട് തന്നെ നടന്ന. പക്ഷേ 100ാമത്തെ അടിയിൽ അവിടെ കിടക്കുന്നത് പഴത്തോലേ. ഞാൻ 99 നോക്കി നടന്നുവല്ലോ. ആര് പറഞ്ഞു? ഒന്ന് നോക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ശ്രദ്ധ എന്നത് എല്ലാ തലത്തിലും വേണമെന്നാണ് അതിൻ്റെ താല്പര്യം. ചെറിയൊരു അശ്രദ്ധ മതി വലിയ വീഴ്ചയ്ക്ക്. ആർക്ക്? വളരെ ഉന്നതിയിലിരിക്കുന്നവർക്കാണ് കൂടുതൽ ബാധ്യത എന്ന് പറയണേ. ഏതായാലും അങ്ങനെ ഒരു വഹയ്ക്കും പറ്റാതെ ആ കിട്ടിയ സ്ഥാനം ഉപയോഗിക്കാൻ പറ്റാതെ പോയി. ഇതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും പറയണമെന്നറിയോ? യോഗക്ഷേമം വഹാമ്യഹം എന്നാ പറയുക. ഭഗവാൻ പറയുക അല്ലേ? യോഗം, ക്ഷേമം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അലഭ്യസ്യ ലഭ്യം യോഗം, കിട്ടാത്തവന് കിട്ടുന്നത് യോഗമാണ്. ലബ്ധസ്യ പരിരക്ഷണം ക്ഷേമം എന്നാണ്. കിട്ടിയത് നിലനിർത്താൻ സാധിക്കണമെങ്കിലും ആ ക്ഷേമൈശ്വര്യങ്ങൾ വേണം, ഭഗവാന്റെ അനുവാദം വേണം. ഏതായാലും അങ്ങനെ. അപ്പോൾ ചോദിച്ചു, ഈ വൃത്രൻ എന്ന വിദ്വാന് ഇത്രയധികം പ്രാധാന്യം വരുവാൻ സാധാരണ ഒരു അസുരനായിട്ടൊന്നും അദ്ദേഹത്തിന് തോന്നുന്നില്ലല്ലോ, എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് അതിന് കാരണമുണ്ട്. പൂർവ്വജന്മ സംസ്കാരമാണ് ഇതിൻ്റെ കാരണം. പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം ചിത്രകേതു എന്നുള്ള രാജാവായിരുന്നു എന്നും മക്കളില്ലാതെ വിഷമിച്ചിരുന്നു. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് അങ്കിരസ് മഹർഷി കയറി വന്നു. അങ്കിരസ് മഹർഷി അദ്ദേഹം വളരെ വിധിപ്രകാരം ആചരിച്ച് ആദരവോടുകൂടിയിട്ട് സൽക്കരിച്ചു, ശുശ്രൂഷിച്ചു. സ്നേഹവും ബഹുമാനവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമില്ല എന്ന് കാണുന്ന സ്വാമിക്ക് മനസ്സിലായി. അപ്പം അദ്ദേഹം ചോദിച്ചു, പ്രജകളാലും സേനാനായകന്മാരാലും പത്നിമാരാലും അതിർത്തിയുള്ള മറ്റ് രാജാക്കന്മാരായാലും ഒക്കെ അങ്ങ് പരിരക്ഷിക്കപ്പെടുന്നില്ലേ? അങ്ങക്ക് എന്തെങ്കിലും തന്നിൽ നിന്ന് തന്നെയോ മറ്റുള്ളവരിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങയുടെ മുഖത്ത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആനന്ദം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വാമിജി എല്ലാം അറിയുന്ന അങ്ങയോട് എന്താ വിസ്തരിക്കാൻ, പക്ഷേ എങ്കിലും ചോദിച്ചുകൊണ്ട് പറയാം. എല്ലാം ഉണ്ട്, സമൃദ്ധിയുണ്ട്, പത്നിമാരുണ്ട്, തോഴിമാരുണ്ട്, നല്ല ഭടന്മാരുണ്ട്, രാജ്യം സമൃദ്ധമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അനപത്യാദോഷം, മക്കളില്ല എന്നൊരു ദോഷമുണ്ട്. അതാണ് വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞു. സാരമില്ല, ഒരു യാഗം ചെയ്തോളൂ അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങക്ക് സുഖവും ദുഃഖവും നൽകുന്നൊരു പുത്രൻ ഉണ്ടാവും, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും കേട്ടോ. വിധി കുറവാണ്, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ സങ്കല്പിക്കാം. അങ്ങനെ യാഗം ചെയ്തു. അതിൽ പുരോടാംശം സ്വീകരിച്ച് പത്നിക്ക് ആ നൈവേദ്യത്തെ കൊടുത്തു. സമ്പാദമൊക്കെ കൂട്ടി നെയ്യും മറ്റൊക്കെ സേവിപ്പിച്ചു. ഒരു സുമുഹൂർത്തത്തിൽ സുന്ദരനായിട്ടുള്ളൊരു കുട്ടിയുണ്ടായി. 6-7 പത്നിമാരുണ്ട് അദ്ദേഹത്തിന്. അതിൽ കൃതദ്യുതി എന്ന പത്നി വളരെ തേജസ്വിയാണ്. ആ അഗ്നിശാല വലം വയ്ക്കുന്ന സമയത്ത് അഗ്നിദേവൻ മോഹിച്ചു ഇവളെ കണ്ടിട്ട് എന്നാണ്. അത്ര സുന്ദരിയാണ്. ആ കൃതദ്യുതിയാണ് ഗർഭിണിയായത്. ഒരു സുമുഹൂർത്തത്തിൽ നല്ലൊരു സുന്ദര കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ പ്രസവിച്ച കുഞ്ഞിനെ താലോലിച്ചുകൊണ്ട് സൂതീഗ്രഹത്തിൽ നിന്ന് പുറത്തു പോവാതെ അദ്ദേഹം അവിടെ തന്നെ കൂടി. കാരണം ഉണ്ടാവാതെ ഉണ്ടായൊരു കുട്ടിയല്ലേ, അതിനെ കണ്ടിട്ട് മതിയാവണില്ല. മറ്റു പത്നിമാർക്ക് അത് ലേശം അസ്വാരസ്യം ഉണ്ടാക്കി, അസൂയ ഉണ്ടാക്കി. എന്താ ഇയാൾ അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കണത്? അങ്ങനെയാണല്ലോ, ഇഷ്ടം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒന്നും അല്ല പറയുക അല്ലേ. നല്ല ഇഷ്ടമെങ്കിൽ എവിടെയാ കരുണാരേട്ടെ കുളിക്കണു, അങ്ങനെയാണ് കുളിക്കുക എന്നാ. അത് കഴിഞ്ഞു 6 മാസം കഴിഞ്ഞു, എവിടെയാ കരുണ, എവിടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഭാവം, ഇഷ്ടക്കുറവ് വന്നാൽ വേറൊരു ഭാവം എന്നാ. അങ്ങനെ അയാൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഇവരെന്ത് ചെയ്തറിയോ, ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും
തങ്ങൾക്കില്ലാത്തൊരു സൗഭാഗ്യം വേറൊരുത്തിക്ക് വേണ്ട എന്നുള്ളൊരു കൊനിഷ്ഠം കാരണമായിക്കൊണ്ട് ഹോം നേഴ്സിനെ സ്വാധീനിച്ച് കൂടുതൽ ശമ്പളം ഓഫർ ചെയ്തിട്ട് കുട്ടിക്ക് ആഹാരത്തിൽ വിഷം കലക്കി കൊടുത്ത് കുട്ടിയെ കൊന്നു. കുട്ടി മരിച്ചതോടുകൂടിയിട്ട് ഇദ്ദേഹം ആകെ സ്തബ്ധനായി. ശവശരീരം അടക്കം ചെയ്യാതെ കണ്ട് വിഷമിച്ച് നിലവിളിച്ച് കരയാണ്. ഈ ഘട്ടത്തിൽ അങ്കിരസ് മഹർഷി ആ വഴിക്ക് പോകുന്നു കണ്ട സമയത്ത് നാരദമുനി ഒപ്പുണ്ട്. രണ്ടുപേരെയും കണ്ടു, വിളിച്ചു വരുത്തി. എനിക്കിപ്പോൾ ഈ കുട്ടർ ആയുസ് എനിക്ക് വരുത്തി തരണം, ജീവൻ വേണം എൻ്റെ കുട്ടിക്ക് നിലവിളിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയോട് കളവ് പറഞ്ഞില്ല, അങ്ങയ്ക്ക് വിധിയില്ല, സുഖവും ദുഃഖവും സന്താപവും സന്തോഷവും നൽകുന്ന പുത്രനുണ്ടാവും എന്ന് പറഞ്ഞു. മകൻ ജനിച്ചപ്പോൾ അങ്ങേക്ക് സന്തോഷമുണ്ടായി, ഇപ്പോൾ പോയപ്പോൾ സങ്കടമുണ്ടായി. ഞാൻ ഉത്തരവാദിയല്ല. ഓരോ ആളുകൾക്ക് എന്തെന്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തീർക്കാനുണ്ടോ അതുവരെയാണ് ആയുസ് ഉണ്ടാവുക. അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ ലീല. നമ്മളതിലേക്ക് ഉത്തരവാദില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സ്നേഹമാകുന്ന ചരട് കൊണ്ട് എല്ലാത്തിനെയും ബന്ധിപ്പിക്കണ്ടല്ലോ. ഈ തത്വം എല്ലാവരും ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് എൻ്റെ ബാധ്യതയുണ്ട്, ഇപ്പം എനിക്ക് കുട്ടറ ജീവൻ വേണം. പറഞ്ഞാൽ സമ്മതിക്കില്ല. സാധനം നാരദമുനി പറഞ്ഞു, സാരില്ല, കുട്ടറ ജീവാത്മാവിനെ നമുക്ക് ആവാഹിച്ച് വരുത്താമെന്ന് പറഞ്ഞിട്ട് ആ പോയ കുട്ടറ ജീവാത്മാവിനെ ആകർഷയാന്ന് പറഞ്ഞ് ആകർഷിച്ച് വരുത്തി. മോനൂട്ടാ, അച്ഛനെയൊന്നും സമാധാനിപ്പിക്കൂ കൂട്ടാ, വല്ലാതെ വിഷമിക്കണോ ദേഹം എന്ന് പറഞ്ഞു. കുട്ടി നോക്കി, ആരെ? അങ്ങയുടെ അച്ഛനെ. എൻ്റെ അച്ഛനോ? ഇങ്ങേരോ? ഈ വിദ്വാൻ എങ്ങനെ എൻ്റെ അച്ഛനാവുക? ഒരു ചെറിയൊരു ആമം ഇരുന്നു എന്നല്ലാതെ കണ്ട് ഈ വിദ്വാൻ കഴിഞ്ഞ ജന്മത്തിൽ ഈ മഹാൻ്റെ മകനായിട്ട് ജനിച്ചിട്ടുണ്ട്. അന്ന് ഈ മഹാഭാവിയെ കൊണ്ടുണ്ടായിട്ടുള്ള ആപത്തുകൾ ചില്ലറയില്ല, മധ്യസ്ഥം പറയലും കാര്യങ്ങളും. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ വിദ്വാൻ്റെ ഭാര്യയായിട്ട് അന്ന് ഭഗവാൻ ആ ഒരു പിന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ അങ്ങനെ മൂന്നാല് ജന്മങ്ങളുടെ കഥ പറഞ്ഞപ്പോൾ എന്തായി അറിയോ? താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ബന്ധമല്ലേ? അദ്ദേഹത്തിന് വല്ലാത്തൊരു വിരസത വന്നു. തന്നോട് ഒരു തരത്തിലുള്ള മമതിയും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരാളിനെ എങ്ങനെ ഇപ്പോൾ? എല്ലാത്തിൻ്റെയും ഘടകം എന്താ? സ്നേഹമാണല്ലേ? ശരിയല്ലേ? സ്നേഹത്തിൻ്റെ ഒരു സ്വാധീനം ചെറുതല്ല. അതില്ലെങ്കിൽ പിന്നെന്താ ജീവിതം? ഇല്ല എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ നാരദമുനി കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രോപദേശം ചെയ്തു. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമസംഘർഷനായ ച. ആത്മാർത്ഥമായിട്ട് ജപിച്ചോളൂ, അനുഭവം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും കേട്ടോ. അനുഗ്രഹിച്ചു, ആ മന്ത്രം ഉപാസിച്ചു. 7 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് സിദ്ധി വന്നു, വിദ്യാധരനായി. വിദ്യാധര ലോകത്ത് കറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ വിദ്യാധരന്മാരൊക്കെ നോക്കി. അപ്പോൾ ഒരു വിദ്യാധരൻ ഷാളൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അണിഞ്ഞ് കറക്റ്റ് ഇത് എവിടേക്കാ? ഞങ്ങളൊന്ന് പുറത്ത് പോയി വരട്ടെ. എവിടേക്കാ? അല്ല അങ്ങ് വരണ്ട, ഞങ്ങൾ അല്ല ഞാനിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലൊരാളല്ലേ, എന്താ എവിടേക്കാ പോണേ? കൈലാസത്തിലേക്കാ. കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് പോവാം സമയമാകുമ്പോൾ. അല്ല ഇപ്പം എന്താ സമയത്തിന് കുഴപ്പം? ഞാനുണ്ട്. അദ്ദേഹം പോയി നോക്കിയപ്പോൾ കൈലാസത്ത് രജതശൃംഗത്തിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇരിക്കണം. ഭഗവാന്റെ തുടയിൽ ദേവി ഇരിക്കുന്നുണ്ട്. ചിത്രരൂപൻ, നന്ദികേശ്വരൻ, പർവ്വതൻ മുതലായിട്ടുള്ള ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കണം. ബ്രഹ്മദേവനൊക്കെ ഉണ്ട്. ഭഗവാൻ ഇങ്ങനെ നിർനിമേഷമായി കൊണ്ട് നോക്കിയിട്ട് അവിടെ നിന്ന് വരുന്നതായിട്ടുള്ള ആ വാണികൾ എന്തെങ്കിലുമായിട്ട് മുത്തുപൊഴിയണ മാതിരി ഒരു വാക്ക് കിട്ടിയാലെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. അപ്പോൾ ഈ വിദ്വാൻ നോക്കിയത്, അയ്യേ ഈ പെണ്ണുങ്ങളുടെ മടിയിലും വെച്ചിട്ട് ഡ്രസ്സൊന്നും അങ്ങനെ കാണാനില്ലല്ലോ, ഇയാൾ എന്ത് ലോകഗുരു എന്ന് പറഞ്ഞിട്ട്. അയ്യേ, ഈ ഭാവമാറ്റം പാർവതി പിടിച്ചു. ഈ ബ്രഹ്മദേവനും നാരദരും തുമ്പുരും ജ്ഞാനിയായിട്ടുള്ള നന്ദികേശ്വരനൊക്കെ നിന്നേക്കാൾ മോശക്കാരനാണോ? നീയാണോ ഇവരെയൊക്കെ ഗുണദോഷങ്ങൾ പഠിപ്പിക്കേണ്ടത്? ആളുകൾക്ക് ആഭരണത്തെ പറ്റിയിട്ടും വസ്ത്രത്തെ പറ്റിയിട്ടും ചിട്ടയെ പറ്റിയിട്ടും പഠിപ്പിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? അസുര സ്വഭാവം വെച്ചുകൊണ്ട് നടക്കുന്ന മൂഢ, അസുരയോനിയിൽ പോയി പിറക്കാന്ന് ശപിച്ചു. ശപിച്ചാലും അദ്ദേഹത്തിന് ദേഷ്യം തോന്നിയില്ല. അമ്മേ ശരിയാണ് കേട്ടോ, എൻ്റെ ഭാഗത്തൊരു അനൗചിത്യം ഉണ്ടായി, അത് ക്ഷമിക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങനെ അവിടുന്ന് പുറത്ത് ഇറങ്ങി കറങ്ങുമ്പോഴാണ് തൊഷ്ടാവിൻ്റെ സന്നിധിയിലെത്തിയത്. അങ്ങനെ അവിടെ വൃത്രനായിട്ട് ജനിച്ചു. അതുകൊണ്ടാണ് ആ പൂർവ്വജന്മത്തിലെ രാജാവും അദ്ദേഹത്തിൻ്റെ ഉപാസനയും ഒക്കെ ആ സംസ്കാരം ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അസുരനാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൽ ഈ വൈശിഷ്ട്യമുണ്ടായതിൻ്റെ കാരണം എന്ന് പറഞ്ഞു.